ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ജീവിതം നേരുക, നല്ലൊരു ദിവസം നേരുക. ഈശോ നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ ഒരിക്കലും സാപത്തിൽ സിനഗോഗിൽ വന്നപ്പോൾ അവിടെ കൈ ശോഷിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു. എല്ലാവരും ഈശോനെ തന്നെ വീക്ഷിക്കുന്നതിന് ഈശോ കുറ്റം ആരോപിക്കാനാണ്. അവൻ സാപത്തിൽ ഈ വ്യക്തിക്ക് അത്ഭുതം പ്രവർത്തിക്കുക, സൗഖ്യം കൊടുക്കുന്ന അവർ നോക്കുക. ആ വ്യക്തിക്ക് ഒരു നന്മ വരുന്ന കാര്യമാണ്, പക്ഷെ അതിൽ ഈശോനെ കുരുക്കുവാനായിട്ട് അവർ ശ്രദ്ധിക്കുക. ഈശോ അവരോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് പ്രകാരമാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 4-ാം തിരുവചനം. സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? ചങ്കിൽ കുത്തുന്നൊരു ചോദ്യം ഈശോ ചോദിക്കുക. നന്മ ചെയ്യുന്നതാണ്, തിന്മ ചെയ്യുന്നതാണ്, ജീവൻ നശിപ്പിക്കുന്നതാണ്, ജീവൻ രക്ഷിക്കുന്നതാണ്, ഏതാ നിയമാനുസൃതം? സാപത്തിൻ്റെ എല്ലാ കടുംപിടുത്തങ്ങൾക്കും അപ്പുറത്തുള്ളൊരു ചോദ്യം ഈശോ അവരുടെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നീ ഇന്ന് നിൻ്റെ ജീവിതത്തിലൊന്ന് ചോദിക്കേണ്ട, അതിൽ കണ്ടെത്തേണ്ട ഒരു സത്യമുണ്ട്. നിൻ്റെ പ്രാർത്ഥനകൾക്കും നിൻ്റെ അനുഷ്ഠാനങ്ങൾക്കെല്ലാം അപ്പുറത്ത് മനുഷ്യ നന്മ നിന്നിലൂടെ വെളിപ്പെടുവാനായിട്ട്, മനുഷ്യർക്ക് ധാരാളം നന്മ ചെയ്യുവാനായിട്ട്. അതെന്താ? അത് നിന്നിൽ ചൊരിയപ്പെടുന്ന കാരുണ്യമാണ്. നിയമത്തിൻ്റെ എല്ലാം അപ്പുറത്ത് കാരുണ്യം ചൊരിയുന്ന ഒരു വ്യക്തിയായി തീരുവാനായിട്ട് നീ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന നിയമം നമ്മെ ഓർമ്മപ്പെടുത്തുക. ഈശോ പറയുന്നുണ്ടല്ലോ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുക. നീ കാരുണ്യത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായി ജീവിക്കട്ടെ. അതിന് നിനക്ക് അനുഗ്രഹം ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോ, ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. കാരുണ്യത്തിൽ വളർന്നു വരുവാൻ, മറ്റുള്ളവർ കരുണ കാണിച്ചുകൊണ്ട് നിന്റെ രാജ്യത്തെ വിസ്തൃതമാക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ടത് എല്ലാ നന്മകളും നൽകണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധി